സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് 2024 LGS ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിന്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ചോദ്യം, കേരളത്തിന്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നതാണ്. അപ്പോൾ തന്നിരിക്കുന്നു കേരളത്തിന്റെ കടൽ തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യ ഗ്രാമങ്ങളുണ്ട്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി അഡാക് എന്നത്. കേരള ജലകൃഷി വികസന ഏജൻസി അഡാക്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കേരളത്തിന്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നതാണ് ചോദ്യം. ശരിയായത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. ഈ പോയിന്റ്സ് പ്രത്യേകം നോട്ട് ചെയ്യുക. കേരളത്തിന്റെ കടൽ തീരം എത്രയാണ്? 590 കിലോമീറ്റർ ആണ്. നിലവിൽ സംസ്ഥാനത്ത് എത്ര കടലോര മത്സ്യഗ്രാമങ്ങളാണ് ഉള്ളത്? 222. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി ഏതാണ്? കേരള ജലകൃഷി വികസന ഏജൻസി അഡാക് ആണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്നു മതികെട്ടാൻ ചോല വയനാട്, പാമ്പാടും ചോല ഇടുക്കി, ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ, കരിമ്പുഴ വന്യജീവി സങ്കേതം കൊല്ലം. ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരം. 2, 3 എന്നിവ ശരിയാണ്. പാമ്പാടും ചോല വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ശരിയാണ്. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. ശരിയാണ്. ഇനി മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്നതോ? മതികെട്ടാൻ ചോല വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. മതികെട്ടാൻ ചോല വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നതോ? കരിമ്പുഴ മലപ്പുറത്താണ്. മലപ്പുറം ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. മതികെട്ടാൻ ചോല വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. പാമ്പാടും ചോല ഇടുക്കി ജില്ലയിലാണ്. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. അടുത്ത ചോദ്യം, കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം. അപ്പോൾ ഏതാണ് ഉത്തരം വരുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 1, 2 ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. നമ്മളോട് ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളമാണ്. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളം. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇത് സിംഗിൾ ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകം നോട്ട് ചെയ്യുക. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അടുത്തത് 3ാമത്തെ പോയിന്റ് ഇവിടെ തന്നിരിക്കുന്നത് ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല. മലപ്പുറം വരുന്നതോ? ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മലപ്പുറം ജില്ലയാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരവും ജനസംഖ്യ കൂടിയ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയുമാണ്. കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്?
വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്തത്. കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതൽ ഉള്ളത്. കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി തുടങ്ങിയവ. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണ് നീണ്ടകര. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏത് എന്നതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതി ഏതാണ്? വിഴിഞ്ഞം പദ്ധതിയാണ്. വിഴിഞ്ഞം പദ്ധതിയാണ് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതി. കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത് എന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി എന്നിവ കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ്. ശരിയാണ്. പൂർണ്ണമായിട്ടും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ശരിയാണ്. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം. അപ്പൊ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം. അടുത്ത ചോദ്യം, കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. കേരളത്തിലെ ജലാശയങ്ങളെ ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. വേമ്പനാട്ടുകായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ്. ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? അഷ്ടമുടിക്കായലാണ്. കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം, കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ്. ഇനി അടുത്ത പോയിന്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. ശരിയാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടയാണ്. ശരിയാണ്. വേമ്പനാട്ടുകായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 3 ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ഏത് കായൽ? വേമ്പനാട്ടുകായൽ. ഏറ്റവും വലിയ കായൽ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായലാണ്. ഏറ്റവും വലിയ കായൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏത്? കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത്. ഇവിടെ തന്നിരിക്കുന്നു പമ്പ കിഴക്കോട്ട്, പാമ്പാർ പടിഞ്ഞാറോട്ട്, കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്, പെരിയാർ കിഴക്കോട്ട്. പറഞ്ഞിരിക്കുന്നത് പമ്പ നദി കിഴക്കോട്ട് ഒഴുകുന്നു, പാമ്പാർ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്, പെരിയാർ കിഴക്കോട്ട് എന്നിങ്ങനെയാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായത് ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ശരിയായിട്ടുള്ളത്. പമ്പ നദി ഒഴുകുന്നത് പടിഞ്ഞാറോട്ടാണ്, പാമ്പാർ ഒഴുകുന്നത് കിഴക്കോട്ടാണ്, പെരിയാർ നദി ഒഴുകുന്നത് പടിഞ്ഞാറോട്ടാണ്. അപ്പൊ കേരളത്തിൽ മൊത്തം 44 നദികളാണുള്ളത്. അതിൽ കിഴക്കോട്ട് ഒഴുകുന്നത് 3 നദികളാണ്. കിഴക്കോട്ട് ഒഴുകുന്നത് 3 നദികളാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് 41 നദികൾ. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ. കബനി നദിയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി. ഇത്രയും പോയിന്റ്സ് ഇതിനോടൊപ്പം തന്നെ പഠിച്ചു വയ്ക്കാം. അടുത്തത്, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? സമുദ്രനിരപ്പിൽ നിന്നുമുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഓപ്ഷൻ എ ആണ് ഉത്തരം. കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവയാണ്. മലനാട് 75 മീറ്ററിൽ
കൂടുതൽ ഉയരത്തിൽ വരുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മലനാട് എന്നാണ്. 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ. ഇനി ഇടനാടോ? 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ വരുന്ന പ്രദേശങ്ങളാണ് ഇടനാട്. തീരപ്രദേശം എന്ന് പറയുന്നത് 7.5 മീറ്ററിൽ താഴെ ഉയരമുള്ള പ്രദേശങ്ങൾ. അപ്പം മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് 75 മീറ്ററിൽ ഉയരമുള്ള പ്രദേശങ്ങളും ഇടനാട് എന്ന് പറയുന്നത് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ള പ്രദേശം. തീരപ്രദേശം എന്നത് 7.5 മീറ്ററിൽ താഴെ ഉയരമുള്ള പ്രദേശവുമാണ്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതാ? തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു. ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. തുലാവർഷം എന്നും അറിയപ്പെടുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായത് ഏവ എന്നാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം എന്തിനെ കുറിച്ചാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു, ശരിയാണ്. ഇടവപ്പാതി എന്നറിയപ്പെടുന്നതും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു, ഇടവപ്പാതി എന്നറിയപ്പെടുന്നു തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഇനി തുലാവർഷം എന്നറിയപ്പെടുന്നത് ഏതാണ്? തുലാവർഷം വടക്കു കിഴക്കൻ മൺസൂൺ ആണ് തുലാവർഷം എന്ന് അറിയപ്പെടുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് തുലാവർഷം എന്ന് അറിയപ്പെടുന്നത്. തുലാവർഷം വടക്കു കിഴക്കൻ മൺസൂൺ ആണ്. ഇത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. ഇത് വരുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ് നിലവിൽ ഏറ്റവും വലിയ ജില്ല. ഇടുക്കി ജില്ല. അടുത്ത ചോദ്യം, വരയാടിനെ അല്ലെങ്കിൽ നീലഗിരിത്താറിനെ സംരക്ഷിക്കാൻ പ്രോജക്റ്റ് നീലഗിരിത്താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? വരയാടിനെ അല്ലെങ്കിൽ നീലഗിരിത്താറിനെ സംരക്ഷിക്കാനായിട്ട് പ്രോജക്റ്റ് നീലഗിരിത്താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? പ്രോജക്റ്റ് നീലഗിരിത്താർ പദ്ധതി ആരംഭിച്ചത് തമിഴ്നാട് സംസ്ഥാനമാണ്. അപ്പൊ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗം ഏത് എന്ന് ചോദിച്ചാൽ അത് നീലഗിരിത്താറാണ്. തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? നീലഗിരിത്താറാണ്. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏത്? കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? ഉത്തരം വരുന്നത് വിദ്യാവാഹൻ. ഓപ്ഷൻ സി, വിദ്യാവാഹൻ. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് വയനാട് ജില്ല. ഓപ്ഷൻ എ ആണ് ഉത്തരം, വയനാട് ജില്ല. മനുഷ്യ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു. എല്ലാ സിരകളും അശുദ്ധരക്തം വഹിക്കുന്നു. കൊറോണറി ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. ശ്വാസകോശ ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 4ാമത്തെ പ്രസ്താവന ശരിയാണ്. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു എന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ തന്നിരിക്കുന്നു എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു എന്ന്. ധമനികൾ പൊതുവെ ശുദ്ധരക്തം വഹിക്കുന്നു, പക്ഷേ ശ്വാസകോശ ധമനി അശുദ്ധരക്തം ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അടുത്തത്, എല്ലാ സിരകളും അശുദ്ധരക്തം വഹിക്കുന്നു. സിരകൾ പൊതുവെ അശുദ്ധരക്തം വഹിക്കുന്നു, പക്ഷേ ശ്വാസകോശ സിര ശുദ്ധരക്തം ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. അപ്പൊ ആദ്യത്തെ 2 പ്രസ്താവനകൾ ഇവിടെ തന്നിരിക്കുന്നത് തെറ്റാണ്. ഇനി കൊറോണറി ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു.
കൊറോണറി ധമനി ഹൃദയപേശികൾക്ക് ശുദ്ധരക്തം നൽകുന്നു, ശുദ്ധരക്തം വഹിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. പ്രസ്താവന 4 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഏതാണ്? ഈ കോളി ബാക്ടീരിയയാണ്. ഈ കോളി ബാക്ടീരിയ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയയാണ് ഈ കോളി ബാക്ടീരിയ. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായിട്ട് മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക് കോർപ്പറേഷൻ ആണ്. ന്യൂറാലിങ്ക് കോർപ്പറേഷൻ. ന്യൂറാലിങ്ക് കോർപ്പറേഷൻ. ആറ്റത്തിലെ ഏത് കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ജെ തോംസൺ ഏത് കണത്തിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയത്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചു. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ജെയിംസ് ചാഡ്വിക് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരം ഏതാണ്? കൽക്കരിയാണ്. കൽക്കരിയാണ് ക്രിസ്റ്റലാകൃതി ഇല്ലാത്തത്. വജ്രം ക്രിസ്റ്റലാകൃതി, ഗ്രാഫൈറ്റ് ക്രിസ്റ്റലാകൃതിയാണ്, ഫുള്ളറിൻ ക്രിസ്റ്റലാകൃതിയാണ്. ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരമാണ് കൽക്കരി. ഒരു ലോഹ ധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെ കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? എല്ലാ ധാതുക്കളും അയിരുകളാണ്. ലോഹത്തിന്റെ അംശം കൂടുതലുണ്ടായിരിക്കണം. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 2, 3 എന്നിവ ശരിയാണ്. ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം. എളുപ്പവും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കുവാനാകണം ഒരു ലോഹധാതുവിനെ അയിരായിട്ട് പരിഗണിക്കുന്നതിന്. അടുത്ത ചോദ്യം, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്ത്? ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ് യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. മനുഷ്യരുടെ ശ്രവണപരിധി 20 ഹെർട്സ് മുതൽ 2000 ഹെർട്സ് വരെയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2 ശരിയാണ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ മാധ്യമം ആവശ്യമാണ്. മനുഷ്യരുടെ ശ്രവണപരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏത്? കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഏത്? കേരള ഗവൺമെന്റിന്റെ. ഓപ്ഷൻ ബി ആണ് സാരഥി. ഓപ്ഷൻ ബി സാരഥി. ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം
നൽകപ്പെടുന്നത്? രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത് ശാസ്ത്രജ്ഞർക്കാണ്. ഏതു മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത്? ശാസ്ത്രജ്ഞർക്ക്. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ. ഏതാണ് ഉത്തരം വരുന്നത്? വയോമിത്രമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, വയോമിത്രം. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള, എത്ര വയസ്സാണ്? 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷയാണ് വയോമിത്രം. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗബാധ ഏതാണ്? വൈറസ് മൂലമുണ്ടാകുന്നത് ഏതാണ്? ചിക്കൻ പോക്സ് ആണ്. ചിക്കൻ പോക്സ്. ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ജീവകം B12 ഓപ്ഷൻ സി ആണ് പെർനീഷ്യസ് അനീമിയയ്ക്ക് കാരണമാകുന്നത് എന്തിൻ്റെ അപര്യാപ്തതയാണ്? ജീവകം B12 അപര്യാപ്തതയാണ് പെർനീഷ്യസ് അനീമിയയ്ക്ക് കാരണമാകുന്നത്. പെർനീഷ്യസ് അനീമിയ, ജീവകം B12. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നു മാരകമായ വൈറസ് ബാധ, ജനിതക കാരണങ്ങൾ, അനാരോഗ്യകരമായ ഭക്ഷണശീലം, സാംക്രമിക രോഗങ്ങൾ. ഓപ്ഷൻ സി ആണ് അനാരോഗ്യകരമായ ഭക്ഷണശീലം. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ: വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക, മുകളിൽ പറഞ്ഞവ എല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാമാണ്. മാംസ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഏത് രോഗമാണ്? കോഷിയോക്കറാണ്. മാംസ്യം, പ്രോട്ടീനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് കോഷിയോക്കർ. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? COVID-19 വൈറസ് ആണ്. വൈറസ്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് മാരകമായ രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് താലോലം. പദ്ധതിയുടെ പേരെന്താണ്? താലോലം. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ മാരകമായ അസുഖങ്ങൾക്ക് താലോലം. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്നത് ബോർഡിറ്റെല്ല പെർട്ടുസിസ് ആണ്. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ബോർഡിറ്റെല്ല പെർട്ടുസിസ്. ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത്? ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ വേരിസെല്ല വാക്സിൻ ആണ്. ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ വേരിസെല്ല വാക്സിൻ. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായിട്ട് കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ അമൃത് ആണ്. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായിട്ട് കേരള സംസ്ഥാനം ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത്. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? ഹൃദ്രോഗമാണ്. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായിട്ട് നൽകുന്ന സംരംഭം ഏത്? കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്
കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏതാണ്? ശ്രുതി തരംഗമാണ്. ശ്രുതി തരംഗം. ഓപ്ഷൻ സി ശ്രുതി തരംഗം. കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1056 ആണ്. 1056 ആണ് കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ. ഇത് അവസാനത്തെ ചോദ്യമാണ് ഇന്നത്തെ ക്ലാസ്സിലേത്. 2024 LGS ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ എല്ലാ ചോദ്യങ്ങളും തന്നെ അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്